എവരിവൺ, ഞാൻ റേഷൻ കടയിൽ വെച്ച് പരിചയപ്പെട്ട കുട്ടിയാണെന്നെ നീലക്കാട്ടുള്ളത് കൊണ്ട് ഇത്തവണ കള്ളമാപ്പിള ആക്കാനുള്ള ടെസ്റ്റാണ് നടത്തുന്നത്. ഫസ്റ്റ് മനസ്സിലായില്ല? ഇല്ല, ഞാനൊരു ക്ലൂ തരാം. കഴിഞ്ഞ വീഡിയോസിൽ ടിൻഡറിന്ന് പരിചയപ്പെട്ട ആളുകൾ ഡേറ്റിങ്ങിന് പോയിട്ട് ആള് ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ നടത്തി പാസ് ആയതായിട്ട് കണ്ടു. അപ്പൊ ഈ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എനിത്തിങ് ഓഫ് ക്രിമികടിയാണ്. ആൾ ശ്രീകാര്യത്തിൽ നിന്ന് പോത്തങ്കോട് വരെ എനിക്ക് പാണ്ടിക്കേക്കും കദളിപ്പഴവും കൊണ്ടുവന്ന് ഫീഡ് ചെയ്യും. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ആള് കൊല്ലത്തുനിന്ന് എറണാകുളത്ത് വരെ ടിഫിനും കൊണ്ട് എനിക്ക് വേണ്ടി ഫുഡ് ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നു. പഴം നല്ല പച്ചയായിരുന്നു, പക്ഷെ എന്നാൽ കൂടി ആൾ എന്നെ സ്നേഹത്തോട് ഫീഡ് ചെയ്യിപ്പിച്ചു. ഫീഡ് ചെയ്യും. കദളി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു, പക്ഷെ പാണ്ടിക്കേക്ക് എന്തോ പൂത്ത പോലെ തോന്നി. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. പിന്നെ വരുന്നത് അറവാന വിത്ത് ലോഡിംഗ് ടെസ്റ്റ് ആയിരുന്നു. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? ജെന്റിൽ കോൺക്രീറ്റിന്റെ മെറ്റിലും കൊണ്ടുപോണ ആൾക്ക് ഇത് വെറും സിമ്പിൾ ആയിരുന്നു. ആൾ ഇതിലും വിജയിച്ചു. പിന്നെ വരുന്നത് മൗത്ത് ഓർഗനൈസിംഗ് കൂൾ സെറ്റ് ആയിരുന്നു. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേൽ. 5 കുളെടുത്ത് കൈ കൊടുത്തപ്പോ തന്നെ അതും എടുത്ത് ചുണ്ടിന്റെ ഇടയിൽ തിരികെ കയറ്റി അയാൾ അരമണിക്കൂർ കട്ടയ്ക്ക് കിടന്നത്. അങ്ങനെ കൂൾ സെറ്റും അയാൾ പാസ്സായി. പിന്നെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പിന്നെ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡിങ് യുവർ സിൽവർ ടെസ്റ്റ് ആണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്റെ സിൽപ്പറിന്റെ ലെതർ പൊട്ടിയപ്പോൾ ആൾ എങ്ങനെ ഇട്ട് തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അഫ്കോഴ്സ് ആൾ അപ്പോൾ തന്നെ ഷർട്ടിന്റെ ഇടയിൽ കൂടെ ലെതർ ഇട്ട് ഹോളിൽ കൂടെ തള്ളി തള്ളി കയറ്റി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആൾ അതിലും വിജയിച്ചു. എത്ര മനോഹരമായ ആചാരങ്ങൾ. ഓഫ്കോഴ്സ് എന്റെ ഹീൽസ് ഇട്ട് എന്റെ കാല് വേണിക്കുന്നെന്ന് പറഞ്ഞപ്പോ ആൾ ആ ഹീൽസും കയ്യിൽ പിടിച്ച് ത്രൂ ഔട്ട് നടന്നു. പിന്നെ എന്റെ ചെരുപ്പ് തൊടിയിച്ചില്ല. എന്നിട്ട് എനിക്ക് ഇടാൻ വേണ്ടി പുതിയ ചെരുപ്പ് ആള് മേടിച്ചു തന്നു. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഞാൻ പിന്നെ ആൾക്കൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കുറെ ആലോചിച്ചപ്പോഴാണ് മധുസൂദനൻ ജട്ടി ഞാൻ കണ്ടത്. പിന്നെ ആൾക്കൊരു ഗിഫ്റ്റ് മേടിക്കാൻ തീരുമാനിച്ചു. ഞാൻ കുറെ ആലോചിച്ചിട്ടാണ് എന്ത് മേടിക്കുന്ന ആലോചിച്ചിട്ട് ഞാൻ തെരഞ്ഞെടുത്തൊരു ഗിഫ്റ്റ് ആണ്. ലൈക്ക് ഇതാവുമ്പോ ആൾക്ക് നല്ല യൂസ്ഫുൾ ആവും. ഇവരെന്തോ ട്രങ്ക് വീന്നൊക്കെ പറയണ്ടായിരുന്നു. എനിക്ക് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ വൈറലാവുന്ന. ഇപ്പൊ ചിലരുടെ വയറ്റുപഴപ്പ്. ജട്ടിക്ക് 5 വർഷത്തെ ഇൻഷുറൻസും ബുക്കും പേപ്പറും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഒരുപാട് സന്തോഷമായി. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഞാൻ ആൾക്ക് വേണ്ടിട്ട് അങ്ങനെ കാൽവിൻ ക്ലീന്റെ ഒരു അണ്ടർവെയർ മേടിച്ചു കൊടുത്തു. അപ്പൊ ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. എന്താ കളി? ഞാൻ വരട്ടെ.